ലൂർദ് മാതാ പള്ളി വികാരിയുടെ കാർ തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട വിവരം നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. ഫാദർ ജേക്കബ് വാട്ടപ്പള്ളിയുടെ കാറാണ് ഒഴുക്കിൽപ്പെട്ടത്. വികാരിയെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ ഇത് കാറ് കരയ്ക്ക് കയറ്റിയിരിക്കുന്നു. വിവരങ്ങളുമായി ജെയിൻ രാജു ചേരുന്നു. ജെയിൻ, വളരെ കഷ്ടപ്പെട്ട് ഈ വാഹനം ഇപ്പോൾ കരക്കെടുത്തിരിക്കുന്നു എന്ന് കരുതുന്നു. മോത്തി കരയുടെ തീരത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 പിക്കപ്പ് വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വടം ഉപയോഗിച്ച് വലിച്ച് ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ശ്രമത്തിനോടുകൂടി ഇത് കരയിലേക്ക് കയറ്റാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ട ഒരു പരിശ്രമമായിരുന്നു. ആദ്യം ഈ പുഴയുടെ ഏതാണ്ട് 100 മീറ്ററോളം മുകളിലാണ് ഈ കാർ ഉണ്ടായിരുന്നത്. അത് കാറ് മുകളിലേക്ക് ഏതാണ്ട് കയറ്റി കഴിഞ്ഞിരിക്കുന്നു. മോത്തി കാറ് കരയിലേക്ക് കയറ്റി കഴിഞ്ഞിരിക്കുന്നു. 2 വടം ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രമം നടത്തിയത്. ഇപ്പോൾ റോട്ടിലേക്ക് കൂടി കയറ്റുകയാണ്. വാഹനം ഏതാണ്ട് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ് ഈ വാഹനമുള്ളത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ട ശ്രമമായിരുന്നു ഇത്. ആദ്യം ഈ വാഹനം അത് ഈ നേരത്തെ കിടന്നിരുന്ന ഭാഗത്ത്, അവിടെ റോഡുണ്ടായിരുന്നില്ല, ആ റോഡുണ്ടായിരുന്ന ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ശ്രമം. അങ്ങനെ ആ ശ്രമം ഏതാണ്ട് അരമണിക്കൂറിലധികം സമയം വേണ്ടി വന്നു. പ്രത്യേകിച്ച് ഈ വാഹനം ഈ റോഡുള്ള ഭാഗത്തേക്ക് പുഴയിലൂടെ തന്നെ തള്ളി നാട്ടുകാർ എത്തിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ അല്പം നിയന്ത്രണം വിട്ട് ഒരു കുഴിയിലേക്ക് ഈ വാഹനം പോയി. അവിടെ പൂർണ്ണമായും ഈ കാറ് മുങ്ങിപ്പോയിരുന്നു. അതിനുശേഷം ഒരു ജീപ്പ് ഉപയോഗിച്ചുകൊണ്ട് വലിച്ച് ഈ കാറ് മുകളിലേക്ക് കയറ്റുകയായിരുന്നു. അതിനുശേഷമാണ് 2 പിക്കപ്പ് വാഹനങ്ങൾ എത്തിച്ചത്. അതിനുശേഷം ഒരു കപ്പി ഉപയോഗിച്ചുകൊണ്ട് ഒരു തെങ്ങിൽ കെട്ടി നിർത്തിയാണ് വാഹനം ഇപ്പോൾ ഉയർത്തി കരയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട ശ്രമത്തിന്റെ ഭാഗമാണ് ഈ വാഹനം പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വലിയ മഴ ഈ പ്രദേശത്ത് പെയ്യാതെ ഇരുന്നതും ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു സഹായമായി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ നേരിയ രീതിയിൽ മഴ പെയ്യുന്നുമുണ്ട്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായ രീതിയിൽ പുഴയിലെ ഒഴുക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാറ് ഉയർത്തി കരയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഒരു 6 മണിയോടുകൂടിയാണ് മുള്ളരിങ്ങാട് മേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്തത്. ഏതാണ്ട് 3 മണിക്കൂറോളം ആ മഴ നീണ്ടു നിന്നു. ആ സമയത്താണ് വീട്ടിലും പോയി മടങ്ങിയായിരുന്ന മുള്ളരിങ്ങാട് ലൂർദ് പള്ളി വികാരി ഫാദർ ജേക്കബ് കാറ് ഒഴുക്കിൽപ്പെട്ടത്. ഇരുട്ടായതുകൊണ്ട് തന്നെ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ജേക്കബ് വാട്ടപ്പള്ളി ഈ വാഹനം ഈ ഒഴുക്കിന്റെ ഭാഗത്തേക്ക് ഇറക്കുകയും അവിടെ വെച്ച് ഈ വാഹനം ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു. വാഹനത്തിൽ നിന്ന് അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ഫാദറിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം അപകടത്തിൽപ്പെടാതിരുന്നത്. പാലത്തിൽ നിന്ന് ഈ കാറ് പുഴയിലേക്ക് പതുക്കുകയായിരുന്നു. അതിനുശേഷം ഏതാണ്ട് ഒരു 200 മീറ്ററോളം ഒഴുകി ആണ് ഈ പുഴയുടെ ഓരത്ത് ഒരു റബ്ബർ തോട്ടത്തിന്റെ സമീപത്തായിട്ട് ഈ വാഹനം തടഞ്ഞു നിന്നത്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്ററിലധികം നാട്ടുകാർ തള്ളി നീക്കിയാണ് ഈ റോഡുള്ള ഭാഗത്തേക്ക് എത്തിച്ചത്. അതിനുശേഷം പിക്കപ്പ് വാഹനവും അതോടൊപ്പം തന്നെ ജീപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇതുവഴി കരയിലേക്ക് വാഹനം കയറ്റിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളൊരു മുൻകരുതൽ സ്വീകരിക്കേണ്ട ഒരു കാര്യം കൂടി ഈ സംഭവത്തിന് പിന്നിലുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ റോഡിലോട്ട് ഒഴുകുകയാണെങ്കിൽ അതിന്റെ ഒഴുക്ക് എത്രത്തോളമുണ്ട് എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരല്പസമയം കാത്തു നിൽക്കുക എന്നുള്ളതാണ് അപകടം ഒഴിവാക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഫാദർ ജേക്കബ് വാട്ടപ്പള്ളിക്ക് സംഭവിച്ചത് അതാണ്. അദ്ദേഹം പുതുതായി ഇങ്ങോട്ടേക്ക് സ്ഥലം മാറി വന്ന വികാരിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പുഴയെക്കുറിച്ചോ ഇതിന്റെ നീരൊഴുക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലിനെ കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഈ റോഡിലൊക്കെ ഈ വെള്ളം കയറി ഒഴുകുന്ന ഭാഗത്തേക്ക് കാർ ഇറക്കിയത്. പ്രത്യേകിച്ച് ഈ വാഹനം ഡാറ്റ്സൺ എന്ന് പറയുന്ന കമ്പനിയുടെ കാറാണ്. താരതമ്യേന ഒരു ഭാരം കുറഞ്ഞ കാറാണ് എന്നുള്ളതാണ്. വിലക്കുറവും ഭാരവും കുറവാണ് ഈ വാഹനത്തിന് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ പെട്ടെന്ന് ഈ വാഹനം ഒഴുക്കിൽ പെട്ടത് എന്ന് കൂടി മനസ്സിലാക്കുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. കാരണം ഈ വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹം കൂടി അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഇന്നലെ എന്തായാലും ഒരു മേഘവിസ്ഫോടനത്തിന് സമാനമായിട്ടുള്ള മഴ ഉണ്ടായി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. സാധാരണ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോഴാണ് പുഴയിൽ ഇത്രത്തോളം വെള്ളം ഉയരുന്നത്. ഇന്നലെ ഉരുൾപൊട്ടിയതിന് സമാനമായി പുഴയിലെ ജലനിരപ്പ് ഉയർന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നു ഈ പ്രദേശത്തൊരു ഉരുൾപൊട്ടൽ ഉണ്ടായോ എന്ന കാര്യം. പക്ഷേ ഈ മേഖലയിലൊന്നും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല.
പക്ഷേ ഈ മീനൊടിയാൻ പാറ എന്ന് പറയുന്ന ഏതാണ്ട് ഇടുക്കിയുടെ കഞ്ഞിക്കുഴി മേഖല ഉൾപ്പെടുന്ന പ്രദേശത്തെ ഉയർന്ന മേഖലയിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നത് ഈ പുഴയിലേക്കാണ്. അതുകൂടാതെ മുള്ളിരിങ്ങാടിന്റെ മറ്റൊരു മറുവശവും വലിയ മലയാണ്, വണ്ണപ്പുറത്തിന് മേളുവശവും വലിയ മലയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മലകളിൽ പെയ്യുന്ന വെള്ളം ഒഴുകി ഈ പുഴയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ നീണ്ടുന്ന ശക്തമായ മഴയെ തുടർന്ന് വലിയ രീതിയിലുള്ള മഴവെള്ളപ്പാച്ചിലുണ്ടായി. അതാണ് ഈ പുഴയിലെ ജലനിരപ്പ് ഉയരാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ വാഹനം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ വാഹനം ഈ കരയ്ക്ക് കയറ്റാൻ കഴിഞ്ഞത്. മോത്തി. ശരി, ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്. മുള്ളരിങ്ങാടാണ് സംഭവം.